ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുംബൈയിലെ പ്രധാനപ്പെട്ട സ്ട്രീറ്റ് മാർക്കറ്റുകൾ ഒന്നായ ദാദർ മാർക്കറ്റിലേക്കാണ്. മുംബൈയിൽ നിരവധി സ്ട്രീറ്റ് മാർക്കറ്റുകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദാദർ മാർക്കറ്റ്. ഒരുപാട് സ്ട്രീറ്റ് മാർക്കറ്റുകളാണുള്ളത്. ക്രോഫോർഡ് മാർക്കറ്റ്, മനീഷ് മാർക്കറ്റ്, ബാന്ദ്ര മാർക്കറ്റ്, കൊളാബ കോസ്വേ, അങ്ങനെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ഇന്ന് പോകുന്നത് ദാദർ വെസ്റ്റിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നിറങ്ങി ടാക്സിയിൽ ദാദർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ദാദർ മാർക്കറ്റിലെ സമയം എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. എങ്കിലും ഈവനിങ് ടൈം ആണ് ധാരാളം തിരക്കുള്ളത്. പോകുന്ന വഴിയിൽ ടാക്സിയുടെ പിറകിൽ കണ്ടൊരു കോട്സ് ആണിത്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ മാർക്കറ്റിലെത്തി. വൈകിട്ട് സമയം ആയതിനാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് സൺഡേ പോകാനായിരുന്നു. എന്നാൽ സൺഡേ നല്ല തിരക്കായതിനാൽ വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു. ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എങ്കിലും ഒരുവിധം ഞങ്ങൾ മാർക്കറ്റിനുള്ളിൽ കയറിപ്പറ്റി. ഈ തിരക്കിനിടയിൽ വീഡിയോ എടുക്കുന്ന എന്നെ പലരും സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന തിരക്കിന്റെ 2 ഇരട്ടിയെങ്കിലും സൺഡേ ദിവസം ഇവിടെ കാണാൻ കഴിയും. തൊട്ടടുത്ത് തന്നെ ദാദർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതിനാൽ ഇവിടെ വരാനും പോകാനും എളുപ്പമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈവനിങ് ടൈം ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് വരുന്നത്. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് ഈ മാർക്കറ്റിനുള്ളിൽ നിന്ന് തന്നെ വാങ്ങാൻ കഴിയും. അത്രയധികം ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. തിരക്കായതിനാൽ വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാർക്കറ്റിനുള്ളിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബാഗുകളുടെ സെക്ഷനിലേക്കാണ്. 100 കണക്കിന് ഷോപ്പുകളാണ് ബാഗിന് മാത്രമായി ദാദർ മാർക്കറ്റിനകത്തുള്ളത്. എങ്കിലും വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രം 2-3 ഷോപ്പുകൾ ഇതിൽ ആഡ് ചെയ്യുന്നു. ഇതുപോലെ നിരവധി ഷോപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഡ്രസ്സിന്റെ സെക്ഷനിലേക്കാണ് ഞങ്ങൾ പോയത്. എല്ലാ വിലയിലുള്ള ഡ്രസ്സുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് വരുന്നവർ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഹിന്ദി ലാംഗ്വേജ് അറിയാത്തവർ. എല്ലാ മോഡൽ ഡ്രസ്സുകളും ഇവിടെ കാണാം. വെസ്റ്റേൺ ഡ്രസ്സുകൾ, ചുരിദാർ സെറ്റുകൾ, പിന്നെ ഷരാര പോലുള്ള ഐറ്റംസ് ഇതെല്ലാം കാണാൻ സാധിക്കും. ഡ്രസ്സിന് മാത്രമായി 100 കണക്കിന് ഷോപ്പുകൾ ഇതിലുണ്ടെങ്കിലും കുട്ടികൾക്കായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളും പ്രത്യേകം സെക്ഷനിൽ കാണാം. ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിവസവും ഇവിടെ ഷോപ്പിങ്ങിനായി വരുന്നത്. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ മാർക്കറ്റ്. ദാദറിൽ തന്നെ ദാദർ വെസ്റ്റും ഈസ്റ്റുമായിട്ട് 2 മാർക്കറ്റുകളാണുള്ളത്. ദാദർ ഈസ്റ്റിൽ കൂടുതലും സാരിയുടെ കളക്ഷൻസ് ആണ്. അതുകൂടാതെ തന്നെ നിരവധി ഹോൾസെയിൽ ഷോപ്പുകളും ഇവിടെയുണ്ട്. നല്ല ക്രൗഡ് ആയതിനാൽ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വളരെ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഓരോ ഐറ്റംസിനും പ്രത്യേകമായിട്ട് ഉണ്ട്. വ്യത്യസ്ത ലാംഗ്വേജ് സംസാരിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാം. പല സ്റ്റേറ്റുകളിൽ നിന്നും ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാൻ വരുന്നവരെയും കാണാൻ സാധിക്കും. മാർക്കറ്റിന് സൈഡിലായി നിരവധി ഹോട്ടലുകളും ഫ്രൂട്ട് ഷോപ്പുകളും ഉണ്ട്. ഇതുകൂടാതെ മൊബൈലിന് വേണ്ടിയുള്ള പ്രത്യേക ഡിസൈൻ ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ഫോൺ കവറുകളും നിരവധി മൊബൈൽ ഷോപ്പുകളും ഇവിടെ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഫ്ലവറിന്റെ
പ്രത്യേകം സെക്ഷനിലേക്കാണ്. ഫ്ലവറിന് മാത്രമായി ഒരു പ്രത്യേകം സെക്ഷൻ തന്നെയാണ് ഈ മാർക്കറ്റിനകത്തുള്ളത്. ഏകദേശം ഒരു ദിവസം ഫുള്ള് കണ്ടാലും തീരാത്തത്ര ഷോപ്പുകൾ ഈ മാർക്കറ്റിലുണ്ട്. ഡെയിലി യൂസിനായിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ജയ്പൂരി കോട്ടൺ കുർത്തീസ് കളക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ നല്ല ക്യൂട്ട് കമ്മലുകളും. ബാക്കി വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.